Hello everyone, welcome back to VLSA with Gitanjali. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബേസിക്സ് ഓഫ് നമ്പർ സിസ്റ്റം ആണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ കൺവേർഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ടുഡേ വി ആർ ഗോയിങ് ടു ലുക്ക് ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബേസിക്സ് ഓഫ് നമ്പർ സിസ്റ്റം ആണ് ഡിസ്കസ് ചെയ്തത്. സോ അത് നിങ്ങൾക്ക് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് പോയി കണ്ടിട്ട് കൺവേർഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഒരു കണ്ടിന്യൂഷൻ കിട്ടും. ഓക്കെ, സോ ഇന്ന് നമുക്ക് ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ ആണ് നോക്കേണ്ടത്. അപ്പൊ ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഡെസിമൽ നമ്പർ എന്ന് പറയുന്നത് ബേസ് 10 യൂസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യുന്ന നമ്പർ സിസ്റ്റം ആണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. ആൻഡ് അത് റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ 0 തുടങ്ങി 9 വരെയുള്ള സിമ്പിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. സെയിം ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ബേസ് 2 വരുന്ന നമ്പർ സിസ്റ്റം ആണ്. അത് നമ്മൾ 0 ആൻഡ് 1 ഡിജിറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി കൺവേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൺവേർഷൻ മീൻസ് റെപ്രസെന്റിങ് ദ സെയിം വാല്യൂ ഇൻ എ ഡിഫറെന്റ് നമ്പർ സിസ്റ്റം. ഒരേ വാല്യൂവിനെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു നമ്പർ സിസ്റ്റത്തിൽ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കൺവേർഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ വരുന്ന വാല്യൂ ആണ് 5. അതിനെ ബൈനറിയിലേക്ക് റെപ്രസെന്റ് ചെയ്തപ്പോൾ എന്താ നോക്കിയേ, 101 ടു ദ ബേസ് 2 എന്നാണ് വന്നിരിക്കുന്നത്. അതായത് എന്താണ്, ബോത്ത് നമ്പേഴ്സ് റെപ്രസെന്റ് ദ സെയിം ക്വാണ്ടിറ്റി. ഒരേ ക്വാണ്ടിറ്റിനെ തന്നെയാണ് രണ്ട് നമ്പറും റെപ്രസെന്റ് ചെയ്യുന്നത്. പക്ഷെ അത് എഴുതുമ്പോൾ നമ്മൾ എന്താണ്, എഴുതുമ്പോൾ വ്യത്യാസം വരും. ഡിഫറെന്റ് നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ എഴുതുമ്പോൾ അത് വ്യത്യാസം വരും, പക്ഷെ ഈ ക്വാണ്ടിറ്റി എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഓക്കെ, നോർമലി ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് മെത്തേഡ്സ് ആണ് ഉള്ളത്. അതിൽ നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് റിപ്പീറ്റഡ് ഡിവിഷൻ ബൈ 2. അപ്പൊ ഇതിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ആദ്യം തന്നെ നമ്മുടെ ഡെസിമൽ നമ്പറിനെ ബൈനറി നമ്പറിന്റെ റാഡിക്സ് ആയ 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. ദെൻ അപ്പൊ കിട്ടുന്ന റിമൈൻഡർ നോട്ട് ചെയ്ത് വെക്കുക. ദെൻ കോഷ്യന്റിനെ റിപ്പീറ്റ് ആയിട്ട് 2 വെച്ച് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴാണോ നമ്മുടെ കോഷ്യന്റ് 0 ആകുന്നത് അപ്പൊ നമുക്ക് ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്യാം. ദെൻ അതുവരെ കിട്ടിയ റിമൈൻഡേഴ്സ് എല്ലാം നമുക്ക് ബോട്ടമിൽ നിന്ന് ടോപ്പിലേക്ക് റീഡ് ചെയ്യാം. അപ്പം ഇതാണ് സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഇനി ഒരു പ്രോബ്ലം കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് നന്നായിട്ട് മനസ്സിലാകും. സോ 13 ടു ദ ബേസ് 10നെയാണ് നമുക്ക് ബൈനറിയിൽ റെപ്രസെന്റ് ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ ഡെസിമൽ നമ്പർ എന്ന് പറയുന്നത് 13 ടു ദ ബേസ് 10 ആണ്. അതിനെ നമുക്ക് എന്ത് ചെയ്യണം, ബൈനറിയിൽ റെപ്രസെന്റ് ചെയ്യണം. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, 13നെ നമ്മുടെ റാഡിക്സ് ആയ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്തു. അതിനുശേഷം നമുക്ക് റിമൈൻഡർ 1 കിട്ടി, അത് നോട്ട് ചെയ്തു. ദെൻ നമ്മൾ കോഷ്യന്റ് 0 ആകുന്ന വരെ 2 വെച്ചിട്ട് തന്നെ റിപ്പീറ്റഡ്ലി ഡിവിഷൻ ചെയ്തു. ഓക്കെ, സോ നമ്മുടെ കോഷ്യന്റ് 0 ആയി. ഇനി നമുക്കൊന്നും ചെയ്യാനില്ല, നമ്മൾ ബോട്ടത്തിൽ നിന്ന് ടോപ്പിലേക്ക് റീഡ് ചെയ്യാൻ പോവാണ്. നമ്മൾ താഴെയുള്ള നമ്പറിനെ LSB എന്നും മേലെ കിടക്കുന്ന നമ്പറിനെ MSB എന്നും ആണ് എഴുതുക. ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റും മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 13 ടു ദ ബേസ് 10നെ ബൈനറിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ 1101 ടു ദ ബേസ് 2 എന്ന് കിട്ടി. അപ്പോൾ 13 ടു ബേസ് 10നെ ബൈനറിയിലേക്ക് റെപ്രസെന്റ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടിയത്, 1101 ടു ദ ബേസ് 2 അല്ലേ? അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. നിങ്ങൾക്ക് ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ ബാക്ക് അടിച്ച് ആ സ്റ്റെപ്സ് പോയി കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആകും. അപ്പോൾ നിങ്ങളൊന്ന് തന്നെ കൂടെ ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും. ഓക്കെ, ദെൻ സെക്കൻഡ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത് പൊസിഷണൽ വെയിറ്റ് മെത്തേഡാണ്. പൊസിഷണൽ വെയിറ്റ് മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത്, നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് ബൈനറി വാല്യൂയിലേക്കാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, ബൈനറി വാല്യൂസിന്റെ റാഡിക്സ് ആയ 2 അതിന്റെ പവേഴ്സ് നമ്മൾ ആദ്യം എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് 13 ടു ദ ബേസ് 10 ആണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം റാഡിക്സിന്റെ പവർ എഴുതാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഞാനിപ്പോൾ ഇതിനെ B0, B1, B2, B3, B4 എന്ന് റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, ഇത് ജസ്റ്റ് ഞാൻ ആ ഓരോ പൊസിഷനും ഓരോ നെയിം ഇട്ട് റെപ്രസെന്റ് ചെയ്തതേ ഉള്ളൂ, ഇത് വേറെ ഒന്നുമില്ല. ദെൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് 13 ആണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്. അപ്പോൾ 13ന്റെ അടുത്ത് കിടക്കുന്ന നമ്പേഴ്സ് ഈ ബൈനറി നമ്പർ സിസ്റ്റത്തിൽ ഏതൊക്കെയാണെന്ന് നോക്കണം. ഓക്കെ, സോ ഇവിടെ നോക്കുമ്പോൾ 8 ആൻഡ് 16 ആണ് 13ന്റെ അടുത്ത് കിടക്കുന്ന നമ്പർ. പക്ഷെ 13 എന്ന് പറയുന്നത് 16നേക്കാളും ചെറിയൊരു നമ്പറാണ്. അതുകൊണ്ട് നമുക്ക് 16 ഒരിക്കലും ചൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഏതാ ചൂസ് ചെയ്യാൻ പറ്റുക, 8 ആണ് ചൂസ് ചെയ്യാൻ പറ്റുക. 8 എന്ന് പറയുന്നത് 13നേക്കാളും ചെറിയ നമ്പറാണ്. അപ്പം നമുക്ക് 8 ചൂസ് ചെയ്യാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 8നോട് എത്ര ആഡ് ചെയ്യുമ്പോഴാണ് 13 കിട്ടണമെന്ന് നോക്കണം. 8നോട് 5 ആഡ് ചെയ്യുമ്പോഴാണ് 13 കിട്ടുന്നത് അല്ലേ? പക്ഷേ ഈ 5 എന്ന് പറയുന്ന നമ്പർ നമ്മുടെ ബൈനറി നമ്പർ സിസ്റ്റത്തിൽ ഉണ്ടോ, ഇല്ല അല്ലേ? അതിന് പകരം 5ന്റെ അടുത്ത് കിടക്കുന്ന നമ്പർ ഏതൊക്കെയാണെന്ന് നോക്കണം. 5ന്റെ അടുത്ത് വരുന്ന നമ്പർ 1, 4ഉം പിന്നെ 8 ആണുള്ളത്. 8 നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം
8 എന്ന് പറയുന്നത് 5നേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു നമ്പറാണ്. അപ്പം നമുക്ക് 8 എടുക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് 4 ആണ്. അപ്പം നമ്മൾ 4 എടുത്തു. ഇനി നമ്മൾ നോക്കേണ്ടത് 4നോട് 1 ആഡ് ചെയ്യുമ്പോഴാണ് ഈ 5 കിട്ടുക അല്ലേ. ഇനി ഈ 1 ഈ ബൈനറി നമ്പർ സിസ്റ്റത്തിൽ ഉണ്ടോ എന്ന് നോക്കാം. ഈ 1 ഈ ബൈനറി നമ്പർ സിസ്റ്റത്തിൽ ഉണ്ടോ? ഉണ്ട്. സോ അവിടെ വെച്ച് നമ്മുടെ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യാണ്. സോ നമുക്ക് വാല്യൂസ് കിട്ടി. 8 + 4 + 1 ചെയ്യുമ്പോൾ നമുക്ക് 13 കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഓരോ വാല്യൂസിനും നമ്മൾ പൊസിഷണൽ വെയ്റ്റ്സ് അസൈൻ ചെയ്ത് കൊടുക്കണം. 8, 4, 1 ആണ് നമുക്ക് കിട്ടിയ വാല്യൂസ്. ഇതിന് ഓരോന്നിനും നമ്മൾ പൊസിഷണൽ വെയ്റ്റ്സ് അസൈൻ ചെയ്ത് കൊടുക്കുക. ഇതെങ്ങനെ കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ആദ്യത്തെ പവർ 2⁻0 ആണ്. 2⁻0 1 ആണ്. 1 നമ്മുടെ വാല്യൂ ഇല്ലേ? യെസ്. അപ്പോൾ നമ്മൾ 2⁻0ന് കറസ്പോണ്ടിങ് ആയിട്ട് 1 എഴുതി. ദെൻ നോക്കേണ്ടത് 2⁻1 അത് 2 ആണ്. പക്ഷെ അത് നമുക്ക് കിട്ടിയ വാല്യൂയിൽ ഇല്ല. അപ്പം നമുക്ക് അവിടെ എഴുതേണ്ട ആവശ്യമില്ല. അപ്പം 2⁻1 എന്നുള്ള പൊസിഷനിൽ നമ്പർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് നമുക്ക് 0 ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ. ദെൻ 2⁻2 എന്ന് പറയുന്നത് 4 ആണ്. 4 നമുക്ക് കിട്ടിയ വാല്യൂയിൽ ഉണ്ടല്ലോ. സോ നമ്മൾ 2⁻2ന് നേരെ 4 എഴുതി. ദെൻ 2⁻3 അത് 8 ആണ്. 2⁻3 നമ്മുടെ വാല്യൂയിൽ ഉണ്ട്. സോ നമ്മൾ അത് എഴുതി. അപ്പം അവിടെ വരെ നോക്കേണ്ട ആവശ്യം നമുക്കുള്ളൂ. കാരണം നമ്മുടെ ഡെസിമൽ നമ്പർ 13 ആണ്. 2⁻4 16 ആണ്. അത് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ബൈനറിയിലേക്ക് എഴുതാം. അതായത് 2⁻0യുടെ അവിടെ നമുക്ക് വാല്യൂ ഉണ്ട്. സോ 1 എഴുതാം. 2⁻1ന്റെ അവിടെ വാല്യൂ ഇല്ല. സോ 0. 2⁻2ന്റെ അവിടെ വാല്യൂ ഉണ്ട്. സോ 1. ആൻഡ് 2⁻3യുടെ അവിടെയും വാല്യൂ ഉണ്ട്. 1. സോ 1 1 0 1 to the base 2. ഇതാണ് എന്ത്? 13 to the base 10നെ ബൈനറിയിലേക്ക് ആക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത്. ഈ രണ്ട് മെത്തേഡിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ബട്ട് ഈ സെക്കൻഡ് മെത്തേഡ് ചിലപ്പോൾ കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിരിക്കും. നിങ്ങളൊരു ബിടെക് സ്റ്റുഡൻ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഈ റിപ്പീറ്റഡ് ഡിവിഷൻ ബൈ 2 എന്നുള്ള മെത്തേഡാണ് പ്രിഫർ ചെയ്യേണ്ടത്. ഓക്കെ. ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇൻറ്റീജർ പാർട്ട് മാത്രം വരുന്ന ഒരു ഡെസിമൽ നമ്പറിന്റെ ബൈനറി വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നാണ്. ഇനി നമുക്ക് ഇൻറ്റീജർ പാർട്ടും ഫ്രാക്ഷണൽ പാർട്ടും കമ്പൈൻ ആയിട്ട് വരാണെങ്കിൽ അതിനെ എങ്ങനെയാണ് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ. സോ അതിനൊരു എക്സാമ്പിൾ ആണ് 25.625 to the base 10. ഇതിൽ ഇൻറ്റീജർ പാർട്ട് എന്ന് പറയുന്നത് 25ഉം ഫ്രാക്ഷണൽ പാർട്ട് എന്ന് പറയുന്നത് 0.625ഉം ആണ്. അതിൽ 25 എന്ന് പറഞ്ഞ ഇൻറ്റീജർ പാർട്ടാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ഈ 25 to the base 10നെ നമ്മൾ എങ്ങനെയാണോ 13 to the base 10 ചെയ്തത് സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. സക്സസീവ് ഡിവിഷൻ ബൈ 2. അപ്പോൾ നമ്മൾ 2 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ആദ്യം ക്വോഷ്യന്റ് 12 കിട്ടി. ദെൻ നമ്മൾ അഗെയിൻ അതിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്തു. നമുക്ക് ക്വോഷ്യന്റ് 6 കിട്ടി. അങ്ങനെ ക്വോഷ്യന്റ് 0 ആകുന്ന വരെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്. ദെൻ നമുക്ക് എന്ത് ചെയ്തു? ക്വോഷ്യന്റ് 0 ആയി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് കിട്ടിയ റിമൈൻഡേഴ്സിനെ നമ്മൾ ബോട്ടമിൽ നിന്ന് ടോപ്പിലേക്ക് റീഡ് ചെയ്തു. സോ നമുക്ക് 1101 to the base 1 എന്നാണ് കിട്ടിയത്. അടുത്തതായിട്ട് നമ്മൾ ഫ്രാക്ഷണൽ പാർട്ടിന്റെ ബൈനറി റെപ്രസെൻറ്റേഷൻ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 0.625 ആണ് നമ്മുടെ ഫ്രാക്ഷണൽ പാർട്ട്, അതെടുത്ത് എഴുതി. ദെൻ നമ്മൾ നേരത്തെ ഡിവിഷൻ ആണ് ചെയ്തെങ്കിൽ ഫ്രാക്ഷണൽ പാർട്ട് കണ്ടുപിടിക്കാൻ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ വിത്ത് 2 ആണ് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ വീണ്ടും നമുക്ക് ഇൻറ്റീജർ പാർട്ടും ഫ്രാക്ഷണൽ പാർട്ടും ഉള്ളൊരു വാല്യൂ കിട്ടും. അതിൽ ഇൻറ്റീജർ പാർട്ടിനെ അവിടെ നിർത്തിയിട്ട് ഫ്രാക്ഷണൽ പാർട്ട് മാത്രം എടുത്ത് നമ്മൾ എഗെയിൻ മൾട്ടിപ്ലൈ ചെയ്ത് പോവുക. 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോയി കഴിഞ്ഞിട്ട് എപ്പോഴാണോ നിങ്ങൾക്ക് ഫ്രാക്ഷണൽ പാർട്ട് 0 കിട്ടുന്നത് അവിടെ വെച്ച് പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഇതിലത്തെ ആൻസേഴ്സിൻ്റെ എല്ലാം ഇൻറ്റീജർ പാർട്ട് മാത്രം ടോപ്പ് ടു ബോട്ടം വേണം റീഡ് ചെയ്യാൻ. ഓക്കെ. അങ്ങനെ ടോപ്പ് ടു ബോട്ടം റീഡ് ചെയ്യുമ്പോൾ നമുക്ക് 101 ആണ് ഇതിൻ്റെ ആൻസർ കിട്ടുന്നത്. അപ്പം നമുക്ക് ഇൻറ്റീജർ പാർട്ടിന്റെ വാല്യൂം ഫ്രാക്ഷണൽ പാർട്ടിന്റെ വാല്യൂം സെപ്പറേറ്റ് ആയിട്ട് കിട്ടി അല്ലേ. ഇനി ഇതിനെ നമ്മൾ ഒന്നും ചെയ്യാനില്ല, കമ്പൈൻ ചെയ്ത് എഴുതിയാൽ മതി. കമ്പൈൻ ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് ഇതാണ് വാല്യൂ കിട്ടുക. ദെൻ ഈ നടുക്ക് എടുക്കുന്ന ഈ ഒരു പോയിന്റിന് നമ്മൾ ബൈനറി പോയിന്റ് എന്നാട്ടോ പറയണേ. ആൻഡ് ഇതിനെ ഈ പോയിന്റിന് നമ്മൾ ഡെസിമൽ പോയിന്റ് എന്നാണ് പറയുന്നത്. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ഔട്ട് ആക്കി നോക്കുക. ആൻഡ് ഇതിന്റെ ആൻസേഴ്സ് കോമെന്റ് ചെയ്യുക. I will also upload this PP to the GitHub and you will find the GitHub link in the video description. And if you would like the solutions, let me know in the comments and I will upload the answer sheet to GitHub as well. So don't forget to comment your answers, subscribe to our channel and follow our Instagram page for more updates. So thank you for watching. See you in the next video. Happy learning.